ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നൂഡിൽസാണ്. നൂഡിൽസ് എന്ന് പറയുമ്പോൾ കുട്ടികൾ പോലും സ്വന്തമായിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നൂഡിൽസ് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുമല്ലോ. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ നൂഡിൽസ് തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാനിന്ന് എടുത്തിരിക്കുന്നത് സ്പൈസി മസാല എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ് നൂഡിൽസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മാഗി വേണമെങ്കിലോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു നൂഡിൽസ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുളകാണ് കേട്ടോ എടുക്കുന്നത്. എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂട്ടം കുറക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നൂഡിൽസിന് നമുക്ക് ഓൾറെഡി മസാലയിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഈ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറാവുക അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞ് വരേണ്ട ഒരു പരുവത്തിനൊന്നും ആക്കി എടുക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് ട്രാൻസ്പെറൻ്റ് ആവുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ തക്കാളി ഇതുപോലെ തന്നെ ഒരുപാട് കുക്കായി കിട്ടണ്ട, ഉടഞ്ഞ് കിട്ടേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടുന്ന സമയത്ത് അതിലേക്ക് ഇനി മാഗി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ ഉണ്ടാകുന്ന മസാല ഉണ്ടല്ലോ, അത് തന്നെയാണ് ഒരു പാക്കറ്റ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ഞാൻ അവസാനമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് കണ്ടു നോക്കണേ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാതെ തയ്യാറാക്കുന്നവരെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറും കാര്യങ്ങളും ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാറുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബിരിയാണി മസാലയ്ക്ക് ഒന്ന് വഴറ്റി കിട്ടണമല്ലോ, പച്ചമുളകൊക്കെ ഒന്ന് മാറണമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണേ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ മസാലയ്ക്കൊക്കെ ഒരു പച്ച ടേസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. ഒരു നൂഡിൽസിന് 1 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പാകത്തിന് തന്നെ നമുക്ക് കിട്ടിക്കോളും. കുക്കായി വരുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു പാകം തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതൊന്നും തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നൂഡിൽസ് ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് 10 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഒന്നിങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി വന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ചെറുതായിട്ടൊന്നും തോന്നാറില്ല. അപ്പോൾ കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഒരു വായിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് നീളത്തിൽ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വെന്ത് കുഴയാതെ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂഡിൽസിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കറക്റ്റായിട്ട് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതുപോലെ വേറൊരു ബൗളിലേക്ക് കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ ഈ നൂഡിൽസ് കുക്ക് ചെയ്തതിന് ശേഷം നൂഡിൽസ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൂഡിൽസ് ഒരുപാട് കുഴഞ്ഞ രൂപത്തിലാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു പാനിൽ തന്നെ നമ്മളിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ടയുടെ ഒരു ബാറ്ററിങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ടിട്ട് നല്ല രീതിയിലൊന്ന് സ്ക്രാമ്പിളായിട്ട് കിട്ടിക്കോളും. അപ്പോൾ മുട്ട ഒരുപാട് നേരിട്ടിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുട്ട ഒരുപാട് ഹാർഡായി പോകും, ആ സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഹാർഡായിട്ട് പോകും. അപ്പോൾ അതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ നൂഡിൽസൊക്കെ ഒന്ന് കുക്കായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുട്ട കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ നൂഡിൽസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് രണ്ടും ഒരേ സമയത്ത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ല രീതിയിലൊന്ന് ആയി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പാക്കറ്റും കൂടി അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫൈനലായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം.
മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളെ മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നൂഡിൽസ് കൊണ്ടുവരുന്ന സമയത്ത് ഇത് വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി നോക്കണം എന്നുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ നൂഡിൽസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ, അവരെന്തായാലും മടി കൂടാതെ കഴിക്കുന്നൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹെൽത്തി ആയിട്ട് കൊടുക്കണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ മുട്ടയൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. മുട്ട കഴിക്കാത്തവരൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്തോളും. പിന്നെ മുട്ട ഒട്ടും കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി അങ്ങ് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നൂഡിൽസിൽ ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തും അവർ കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ നൂഡിൽസ് കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.